പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന്, നമുക്ക് പൈസ കൂടി എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ആർക്കും നമ്മുടെ ഹാപ്പിനെസ് കൂടാൻ പോകുന്നില്ല. എത്രയോ കോടികളുടെ ആളുകൾക്ക് അത് വർദ്ധിപ്പിക്കണമെന്ന ആശയമാണുള്ളത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടാവിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ബർക്കത്തുണ്ടല്ലോ, ആ ബർക്കത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. നമ്മളൊരു അൺഎത്തിക്കൽ പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ ഓരോ പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള തലങ്ങളുണ്ട്. ഒരു ഡോക്ടർ അൺഎത്തിക്കൽ ഡിഫറൻ്റ് ആയിരിക്കും, എഞ്ചിനീയർ ഡിഫറൻ്റ് ആയിരിക്കും, ഒരു അഡ്വക്കേറ്റിൻ്റെ പലതിലും പലതല്ല. അപ്പോൾ നമുക്കതിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മളുടെ മുമ്പിലിരിക്കുന്ന ആൾ നമ്മളാണ്, അതല്ലെങ്കിൽ നമ്മളുടെ ബ്രദറാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഫാദറാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അൺഎത്തിക്കൽ പ്രാക്ടീസിലേക്ക് പോകേണ്ട ആവശ്യം തോന്നുകയില്ല. കാരണം നമ്മൾ അവർക്ക് എന്ത് നിർദ്ദേശിക്കുന്നുവോ അതാണ് നമ്മൾ നമ്മളുടെ മുമ്പിലുള്ള കസ്റ്റമറോടോ അല്ലെങ്കിൽ ക്ലയൻറ്റിനോടോ നിർദ്ദേശിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ തിരിച്ച് കുറച്ച് കൊണ്ടുപോകാനുള്ള സംഗതികൾ എന്താ, ഇവരോടുള്ള നമ്മളുടെ യഥാർത്ഥമായിട്ടുള്ള പെരുമാറ്റത്തിലൂടെയും നമ്മളുടെ യഥാർത്ഥമായ ഇടപെടലുകളുടെയും അവർക്കുണ്ടാകുന്ന നമ്മളെക്കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ മൂല്യങ്ങൾ എന്ന് പറയുന്നത്.